വിജയകുമാർ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് ഇലക്ഷൻ സ്റ്റണ്ട്. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു ദിവസം കൂടി, അല്ലെങ്കിൽ നിരീക്ഷിച്ച ഒരു ദിവസം കൂടിയായിരുന്നു. തോമസ് ഐസക്കിന് താക്കീത്, സുരേഷ് ഗോപിയോട് വിശദീകരണം തേടി, അങ്ങനെ ലഭിക്കുന്ന പരാതികളിൽ കമ്മീഷന്റെ ഇടപെടൽ വളരെ സജീവമായി നമ്മൾ അതിൻ്റെ ഫലം കൂടി ഈ വാർത്താ പകൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റണ്ട് എന്നത് എല്ലായിടത്തും അതേ അർത്ഥത്തിൽ തന്നെ നടക്കുന്നത് മാത്രമല്ല സ്റ്റണ്ട് നടക്കുന്നത്. എന്തായാലും വോട്ട് കാലത്ത് പാർട്ടികൾക്ക് സാധാരണ നോട്ടീസുകൾ വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ നിന്നാണ്. എന്നാൽ ഇപ്പോൾ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നത് ആദായ നികുതി വകുപ്പാണ് എന്നതൊരു വസ്തുതയായി മാറുന്നുണ്ട്. കോൺഗ്രസിന് 2 നോട്ടീസുകൾ കൂടി കിട്ടി. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനും കിട്ടി ഒരു നോട്ടീസ്. കേരളത്തിൽ നോട്ടീസ് അല്ല, താക്കീതാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിനെ വരണാധികാരി താക്കീത് ചെയ്തു. കുടുംബശ്രീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രചാരണം നടത്തിയതിന് ആ മുന്നറിയിപ്പ് നൽകിയത്. തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോട് ചട്ടലംഘന പരാതിയിൽ വരണാധികാരി വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൂടൻ വാർത്തകളുമായി നമുക്ക് ആരംഭിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഇലക്ഷൻ സ്റ്റണ്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം കടക്കുന്നു ആ തിളച്ചുമറിയുന്ന വാർത്തയിലേക്ക്. ഇലക്ഷൻ ഹോട്ട്. സീറ്റ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPക്ക് ലക്ഷ്യം പ്രഖ്യാപിച്ച ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എത്ര നേടാൻ ആഗ്രഹിക്കുന്നു? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത്. കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റിലാണ് ഇത്തവണ മത്സരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ആകെയുള്ള 543 സീറ്റുകളിൽ പകുതിയും മറ്റു പാർട്ടികൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് ഇത്തവണ കോൺഗ്രസ്. ഒറ്റയ്ക്ക് ജയിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുള്ള നീക്കമാണ് കോൺഗ്രസ് ഇത്തവണ നടത്തിയത്. ഒരു കാലത്ത് 400-ലധികം സീറ്റുകൾ നേടി തലയെടുപ്പോടെ രാജ്യം ഭരിച്ച പാർട്ടി ഇന്ന് അതിജീവനത്തിന്റെ പാതയിലാണ്. ഇക്കുറി ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മാത്രം മത്സരിച്ച് 2014-ലും 2019-ലും നേരിട്ട തിരിച്ചടി മറികടക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1951 നടന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 479 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 364 ഇടങ്ങളിലാണ് വിജയിച്ചത്. കോൺഗ്രസിന്റെ സർവാധിപത്യ കാലഘട്ടത്തിൽ പിന്നീട് രാജ്യം അഭിമുഖീകരിച്ച 16 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ശരാശരി 450 സീറ്റുകളിൽ വരെ മത്സരിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കുറി കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. 270 സീറ്റുകളിൽ വരെ മാത്രമേ ഇത്തവണ സ്ഥാനാർത്ഥികളെ ഇറക്കുന്നുള്ളൂ. 2004-ലാണ് ഇതിനു മുമ്പ് ഏറ്റവും കുറവ് സീറ്റിൽ മത്സരിച്ചത്. അന്നുപോലും 417 സീറ്റിൽ മത്സരിച്ചു. PV നരസിംഹറാവുവിന്റെ കാലാവധിക്ക് ശേഷം 1996-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 529 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചതാണ് റെക്കോർഡ്. പാർട്ടിക്ക് അന്ന് കിട്ടിയത് 140 മാത്രം. എന്നാൽ 161 സീറ്റിൽ BJP വിജയിച്ചതോടെ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായി. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട 2014-ൽ 464 സീറ്റിലാണ് മത്സരിച്ചത്. 2019-ൽ 423 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു. അതേ വർഷം 437 സീറ്റിൽ മത്സരിച്ച BJP കോൺഗ്രസിനേക്കാൾ അധിക സീറ്റിൽ മത്സരിച്ച് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇടം നേടി. പ്രാദേശിക പാർട്ടികൾക്ക് കൈകൊടുത്ത് വിശാല ഇന്ത്യാ സഖ്യം രൂപീകരിച്ചാണ് ഇക്കുറി കോൺഗ്രസ് കളത്തിലുള്ളത്. പ്രതാപിയായി നിന്ന ഉത്തർപ്രദേശിൽ ഇന്ന് സമാജ്വാദി പാർട്ടിയുടെ തണലിലാണ് 17ഇടത്തും മത്സരിക്കുന്നത്. RJDയുമായി കൈകൊടുത്ത ബീഹാറിൽ 9 സീറ്റിലും ബംഗാളിൽ ഇടതു പാർട്ടികളുമായുള്ള ധാരണയിൽ 12ഇടത്തും മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുമൊത്ത് 16ഇടത്തും മത്സരിക്കുന്നു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള ധാരണയിൽ 3ഇടത്താണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സീറ്റുകളാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകം. ഈ സീറ്റുകൾ ലക്ഷ്യം വെച്ചാണ് സഖ്യവുമായി തന്ത്രങ്ങൾ മെനഞ്ഞ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറായത്. പ്രാദേശിക പാർട്ടികൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടുകൾ ഭിന്നിക്കാതെ അവരെ പിന്തുണച്ച് BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഈ വിട്ടുവീഴ്ച ദൗർബല്യമായിട്ടല്ല, പകരം ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ പക്വമായ രാഷ്ട്രീയ നിലപാടായിട്ടാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രശ്നം അല്ലെ, അത് ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. മാത്രമല്ല, പക്ഷെ അതേസമയം ഈ ഇന്ത്യ മുന്നണി, ഇന്ത്യ സഖ്യം എന്ന് പറയുന്നതിൽ
പോലും പലപ്പോഴും ഈ സീറ്റ് വിഭജനത്തിലൊക്കെ കോൺഗ്രസിന് എന്താണ് പറയുക അനാവശ്യമായി ചില വാശികൾ വരുന്നത് കണ്ടു. പല സംസ്ഥാനങ്ങളിലും അത് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ പോലും പൂർണ്ണമായും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത സ്റ്റേറ്റുകൾ ഉണ്ട്. പക്ഷേ ഞാൻ വേറൊരു തരത്തിലാണ് പ്രജിന അതിനെ കാണുന്നത്. കോൺഗ്രസ് കുറെ കൂടി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് എന്നതാണ്. കാരണം കൂടുതൽ സഖ്യം വേണം. BJP അധികാരത്തിലെത്തുന്ന സമയത്ത് NDA എന്നതായിരുന്നു. BJP മുന്നണി സംവിധാനത്തിലൂടെ ഇന്ത്യയിൽ ഭരണം കോൺഗ്രസിൽ നിന്ന് തിരിച്ചു പിടിച്ചു. അന്ന് കോൺഗ്രസ് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വൈകി. കേരളത്തിലെ ചില മുതിർന്ന നേതാക്കളുടെ പിടിവാശിയെ പറ്റിയൊക്കെ അന്ന് ഡൽഹിയിൽ വലിയ സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ കുറെ കൂടി യാഥാർത്ഥ്യ ബോധത്തോടെ കോൺഗ്രസ് പ്രാദേശിക പാർട്ടികളെ ഒപ്പം ചേർത്തു. അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അത് എന്താണ് പ്രതിപക്ഷ കൂട്ടായ്മയിൽ വളരെ പോസിറ്റീവായ ഒരു നീക്കം എന്ന മട്ടിൽ കൂടി കാണുന്നുണ്ട്. ഞാൻ ആ മട്ടിലാണ് അതിനെ കാണുന്നത്. അത് തന്നെയാണ് വേണ്ടത്. കാരണം ഈ പറയുന്നത് പോലെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി. പക്ഷെ അപ്പോഴാണ് ഈ പറയുന്ന ഫണ്ട് ഇല്ല എന്നൊരു പ്രശ്നം പാർട്ടിയെ വല്ലാതെ അങ്ങ് ഉലച്ചു കളയുന്നത്. അതിൽ ഇപ്പോൾ എന്ത് ചെയ്യും എന്നതൊരു ചോദ്യമായിട്ട് നേതാക്കളിൽ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. അപ്പം തുടരുക. ഒരുപാട് സെഗ്മെന്റുകൾ ബാക്കിയുണ്ട് ഇന്നത്തെ ഇലക്ഷൻ സ്റ്റണ്ടിൽ. അപ്പം അങ്ങനെ ഒരു സെഗ്മെന്റിലേക്ക് പോവാം അല്ലേ? മണ്ഡല പരിചയം. അതെ, അത് രാജ്യത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോഴത് വയനാടാണ് എന്ന് നമുക്ക് പറയാം. രാഹുൽ ഗാന്ധിയും ആനി രാജയും നേർക്കുനേറുന്ന മണ്ഡലത്തിലാണ് പോരാട്ടം കടുപ്പിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കൂടിയെത്തിയത്. മണ്ഡലത്തിന്റെ പിറവി മുതൽ UDF-ന് ആധിപത്യമുണ്ട് അവിടെ. പേര് വയനാട് എന്നാണെങ്കിലും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ ജില്ലയ്ക്ക് പുറത്താണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലേക്ക് കിടക്കുന്ന ആ മണ്ഡലങ്ങളാണ് വിധിയെഴുത്തിൽ ഇത്തവണ നിർണായകമാവുക. വയനാട് ലോക്സഭാ മണ്ഡലം പിറവിയെടുക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു 2009-ലേത്. അതിനു മുമ്പ് കണ്ണൂർ, കോഴിക്കോട്, മഞ്ചേരി ലോക്സഭാ മണ്ഡലങ്ങളിലായിരുന്നു ഈ നിയോജക മണ്ഡലങ്ങൾ എല്ലാം. പേരിൽ വയനാടുണ്ടെങ്കിലും കൂടുതൽ വോട്ടർമാരെ കാണണമെങ്കിൽ താമരശ്ശേരി നാടുകാണി ചുരങ്ങൾ ഇറങ്ങണം. വയനാട്ടിൽ കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കോഴിക്കോട് തിരുവമ്പാടി, മലപ്പുറത്തെ ഏറനാടും വണ്ടൂരും നിലമ്പൂരും. ഇതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. ഇതിൽ UDF കരുത്ത് പ്രകടമാണ്. കൽപ്പറ്റയും ബത്തേരിയും ഏറനാടും വണ്ടൂരും UDF നെടുങ്കോട്ടകൾ. മറ്റിടങ്ങളിൽ ഇടതുമുന്നണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെന്നിക്കൊടി നാട്ടി. 2009-ലും 2014-ലും വിജയിച്ചത് MI ഷാനവാസ്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ വരവോടെ സംസ്ഥാനമൊട്ടാകെ UDF തരംഗം. സാധാരണ ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷൻ കമ്മിറ്റിയുടെ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കും. അത് നിർവഹിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ കടന്നുപോകുക. ജനാധിപത്യ സംവിധാനത്തോട് BJP ചെയ്ത ഏറ്റവും വലിയ കൊടിയ വഞ്ചനയാണ്. യുദ്ധത്തിൽ അംഗം വെട്ടേണ്ടത് നേരെയാണ്, അല്ലാതെ ചതിയനായിട്ടുള്ള 4ാം മുറ ഏർപ്പാട് ചെയ്തല്ല ഇലക്ഷനെ നേരിടേണ്ടത്. ഇത് BJP ആത്മവിശ്വാസക്കുറവുള്ളതുകൊണ്ട് ഇന്ത്യയിലെ ജനം പ്രബുദ്ധരാണ്. അവർ കർക്കശമായിട്ടുള്ള വിധിന്യായം നൽകി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട് നൽകിയത് 7 ലക്ഷത്തിലധികം വോട്ടുകളാണ്. 2ാം സ്ഥാനത്ത് CPI-യിലെ PP സുനീർ ആയിരുന്നു. 2.25 ലക്ഷത്തിൽ താഴെ വോട്ടുകളാണ് സുനീറിന് ലഭിച്ചത്. രാഹുൽ ഗാന്ധിക്ക് വയനാട് നൽകിയത് 4 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം. ഇത്തവണ ദേശീയ തലത്തിൽ പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യം രൂപം കൊണ്ടു. അതിലെ പ്രധാന നേതാവായ ആനി രാജയെ CPI മണ്ഡലത്തിൽ ആദ്യം തന്നെ അവതരിപ്പിച്ചു. ഭരണ തലത്തിലുള്ള മിഷണറി ആയിരുന്നാലും ശരി, അതല്ല മാധ്യമ രംഗത്തുള്ള മിഷണറി ആയിരുന്നാലും ശരി, അതിനെയൊക്കെ തന്നെ കൈയടക്കി വെച്ച് വാസ്തവങ്ങളല്ലാത്ത കാര്യങ്ങൾ, അത് വെറും നുണകൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഒരു BJP തന്നെ ക്ലെയിം ചെയ്തത് വി ആർ എ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്നാണ്. ഇത്ര ഭരണകൂടം ഇങ്ങനെ അഴിമതി നടത്തിയ മറ്റൊരു ചരിത്രവും ഈ രാജ്യത്തില്ല. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആഗ്രഹം പോലെ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ തന്നെ മത്സരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BDJS-നാണ് NDA സീറ്റ് നൽകിയത്. 2014-നേക്കാൾ വോട്ട് കുറഞ്ഞു. ഇതോടെ സീറ്റ് BJP ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമായി. ഈ സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെയാണ് NDA വയനാട്ടിൽ മത്സരത്തിനിറക്കിയിരിക്കുന്നത്. ഇവിടെ NDയുടെ വോട്ട് എപ്പോഴും 80,000-ൽ താഴെയാണ്. കണക്കുകളിൽ കാര്യമില്ലെന്നും ഇക്കുറി വിധി മാറുമെന്നുമാണ് സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം. IND മുന്നണിയുടെ പ്രബലനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് രാഹുൽജി. LDF-നെ സംബന്ധിച്ച്
അത്ര ഒരു പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിലില്ല. 2 അക്ക സീറ്റിൽ വിജയിക്കുമെന്ന് മോദിജി പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് എന്താണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? അത്രയ്ക്കും ജനവികാരമുണ്ട് സംസ്ഥാനത്ത്. വയനാട് ഉറപ്പായിട്ടും വിജയിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ 3 കൂടി 6,24,225 വോട്ടർമാർ. വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് മണ്ഡലങ്ങൾ. മലപ്പുറത്ത് 6,26,139 വോട്ടർമാരുണ്ട് ഇവിടെ. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ 1,79,415 വോട്ടർമാർ. അതായത് 8,05,554 വോട്ടർമാർ വയനാട് ജില്ലയ്ക്ക് പുറത്ത്. വന്യമൃഗശല്യം, മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം, രാത്രിയാത്രാ നിരോധനം, ആദിവാസി വിഷയങ്ങൾ, റെയിൽ കണക്ടിവിറ്റി, ബദൽ പാതകൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ്. ദേശീയ പ്രാധാന്യമുള്ള മണ്ഡലം എന്ന നിലയിൽ അത്തരം കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ചൂടുപിടിപ്പിക്കുന്നുണ്ട്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. രജനി, വയനാട് മണ്ഡല പരിചയം നമ്മൾ ഈ റിപ്പോർട്ടിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ ചെയ്തെടുത്തൊക്കെ 3 സ്ഥാനാർത്ഥികളുടെയും പ്രതികരണം ഉണ്ടായിരുന്നു. ഇവിടെ UDF സ്ഥാനാർത്ഥിക്ക് പകരം ടി സിദ്ദിഖിന്റെ പ്രതികരണം നമുക്ക് എടുക്കാൻ സ്ഥാനാർത്ഥി എത്തിയിട്ടില്ല. അതാണ് അദ്ദേഹം വരാനിരിക്കുന്നതുള്ളൂ. നോമിനേഷൻ കൊടുക്കാൻ അടുത്ത മാസം ആദ്യം എത്തും. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ UDF അവിടെ വിജയം വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം എന്തുകൊണ്ടാണ് ഈ അമേഠി റായ്ബറേലി, അതിൽ അമേഠിയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോകുന്നത് കേൾക്കുന്നു. പക്ഷെ അത് പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമായി നിൽക്കുന്നത്. ഇനിയും എന്തിനു വൈകുന്നു? അതിൽ സാധ്യത കുറവാണ് എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ പറയുന്നത്. കാരണം ആ തീരുമാനം റായ്ബറേലിയും അമേഠിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കട്ടെ എന്ന സംസ്ഥാന UP ഘടകവും ഹൈക്കമാൻഡും പറയുന്നു. ആ തീരുമാനം അവർക്ക് വിട്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും ആ മണ്ഡലം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന റിപ്പോർട്ടുകൾ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. സ്ഥിരീകരണമില്ല. പക്ഷേ അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെയാണ്. യെസ്, അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും നമ്മുടെ റിപ്പോർട്ടേഴ്സ്, നമ്മുടെ സ്ഥാനാർത്ഥികൾ പിന്നാലെയുണ്ട്. ഓരോരുത്തരും എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, എന്തൊക്കെയാണ് പ്രചാരണ വട്ടങ്ങൾ, ഇതെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്, അത് ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ കണ്ടതും കേട്ടതുമായ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. വിജയകുമാർ, കണ്ടതും കേട്ടതും. നമുക്കറിയാം ഓരോ സ്ഥാനാർത്ഥിക്കും പാർട്ടി ചിഹ്നം നൽകും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിനപ്പുറം ചില പ്രത്യേക അടയാളങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്നത് എയർ പ്യൂരിഫയറും മാഗ്നറ്റിക് കണ്ണടയുമാണ്. പെൻസിലാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു അടയാളം. പന്നിൻ രവീന്ദ്രന്റെ കയ്യിലെ ടൈറ്റൻ വാച്ചിനുമുണ്ട് ഒരു കഥ പറയാൻ. വിശ്വപൗരനായ ശശി തരൂർ ലുക്കിൽ എപ്പോഴും വ്യത്യസ്തനാണ്. സ്റ്റൈലിഷ് മുടിയും ജുബയും പണ്ട് തൊട്ടേയുണ്ട്. പക്ഷേ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കഴുത്തിൽ 2 കാര്യങ്ങൾ. ഒന്ന് ദാ ഇങ്ങനെ ഇട്ടിരിക്കുന്ന മാഗ്നറ്റിക് കണ്ണട. മറവിക്കുള്ള ശശി തരൂരിൻ്റെ പ്രതിവിധിയാണിത്. ഇക്കാണുന്നത് മൊബൈൽ ഫോണാണോ എന്ന് സംശയിച്ചവരുണ്ട്. പക്ഷേ അല്ല. സംഭവം ഡൽഹി ജീവിതത്തിനിടയിൽ 4 വർഷം മുൻപ് ഒപ്പം കൂട്ടിയതാണ്. ചുറ്റുമുള്ള വായുവിനെ വൃത്തിയാക്കാനുള്ള എയർ പ്യൂരിഫയർ. ഡൽഹിയിൽ പ്രത്യേകിച്ച് അവിടുത്തെ കാറ്റുകൾ നന്നല്ലല്ലോ, വല്ല PM5 പാർട്ടിക്കിൾസ് കൊണ്ടല്ലോ. അതിനൊക്കെ കട്ട് ചെയ്യാനും അതിൻ്റെ ഒപ്പം ചില വൈറസുകളും കൂടി ഇതിനെ കട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതേ കൂടി നെഗറ്റീവ് അയൺസ് അടിച്ചു വരും. തിരഞ്ഞെടുപ്പ് ഗോതയിൽ ആദ്യമായി എത്തിയ രാജീവ് ചന്ദ്രശേഖർ വ്യത്യസ്തനാകുന്നത് ഈ പെൻസിൽ കൊണ്ടാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പോക്കറ്റിലെ നിത്യസാന്നിധ്യമാണ് പെൻസിൽ. വോട്ട് പിടുത്തത്തിനിടയിൽ പ്രശ്നങ്ങൾ കുറിക്കുന്നതും പെൻസിൽ കൊണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയും, ഈ പെന്ന് ഉപയോഗിച്ചിട്ട് മറന്നിട്ട് ഇങ്ങനെ ലൂസാവുമ്പോൾ ഞാൻ പെൻസിൽ കൊണ്ടാണ് എല്ലാം എഴുതുന്നത്. അപ്പോൾ ഒരു പെൻസിൽ എപ്പോഴും എൻ്റെ പോക്കറ്റിലുണ്ടാവും. അത് എവിടെ പോയാലും ഞാനൊരു പെൻസിൽ വെക്കും. ആഡംബരങ്ങളോട് താല്പര്യമില്ലാത്ത പന്നീനും ലുക്കിൽ വ്യത്യസ്തനാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് പുലിക്കോടൻ SIയെ വെല്ലുവിളിച്ച് വളർത്തി തുടങ്ങിയ നീളൻ മുടി. കളർ ഷർട്ട് ഒഴിവാക്കിയത് തന്നെ വരുമാനമില്ലാത്തതിനാൽ. വർഷങ്ങളായി ധരിക്കുന്നത് 499 രൂപയുടെ ബാറ്റ ചെരുപ്പ്. സമ്മാനമായി കിട്ടിയ സ്വർണ്ണ നിറത്തിലുള്ള വാച്ച് ഒഴിവാക്കി ടൈറ്റാൻ വാച്ചിലേക്ക് എത്തിയതിന് പിന്നിൽ സാക്ഷാൽ വെളിയം ഭാർഗവൻ. അദ്ദേഹം പറഞ്ഞു, സ്വർണത്തിൻ്റെ വാച്ച് കിട്ടിയിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നല്ലേ. അതെനിക്കൊരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അത് അപ്പോഴെനിക്ക് തോന്നി, ആശാൻ പറഞ്ഞ ആ വാക്ക് ഒരു കരുതലാണ്. അതിനുശേഷം ഞാൻ ആ വാച്ച് കെട്ടിയിട്ടില്ല, അത് പഴിച്ചു വെച്ച് ഇപ്പോൾ ഈ വാച്ചാണ് ഉപയോഗിക്കുന്നത്. ഷഫീദ് റാവുത്തർ,
24 തിരുവനന്തപുരം. ഷെഫീദിന്റെ ആ സ്റ്റോറി പൊളിയായിരുന്നു അതെ അതെ അത് എന്താണ് ഇത് കാലങ്ങളായി പല നേതാക്കൾക്കും അത്തരം ചില പൊതുചിഹ്നങ്ങളുണ്ട്. ഇപ്പൊ ലീഡറുടെ കുർത്ത അല്ലെ, അദ്ദേഹത്തിന്റെ ജുബ്ബ അല്ലെ, ആ ജുബ്ബ എക്കാലത്തും ചർച്ചയാണ്. ലീഡർ ജുബ്ബ എന്ന് എനിക്ക് തോന്നുന്നു ഖാദി ആ തരത്തിലൊരു ജുബ്ബ തന്നെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടോ ലീഡർ എന്ന് അല്ലേ. അല്ല അതെ, അതിനേക്കാൾ മുന്നേ ഈ നെഹ്റു തൊപ്പി ഓർമ്മയില്ലേ, അങ്ങനെ ഓരോ കാലത്തും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് വസ്ത്രങ്ങളായാലും ആക്സസറീസ് ആണെങ്കിലും അതൊക്കെ വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇനിയുള്ള കാലങ്ങളിൽ അത് കൂടും തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവാണ്. വിജയകുമാർ, നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ ചെലവ് എത്രയായിരിക്കും? പറയാൻ പറ്റത്തില്ല, ഒരു രക്ഷ ഉണ്ടായില്ല. കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചോദിക്കും, കൊടുക്കും. പക്ഷെ അതാണോ യഥാർത്ഥ കണക്ക് നമുക്കറിയില്ല. പക്ഷേ അവർ കൊടുക്കുന്നത് ഔദ്യോഗികം എന്ന് നമുക്ക് പറയാം. അതെ, നമ്മൾ വീണ്ടും പഴയ കാലത്തേക്ക് പോവുകയാണ്. ആ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു തെരഞ്ഞെടുപ്പ് കണക്കും പ്രചാരണത്തിലെ എത്ര ചെലവായി എന്നതൊക്കെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കൊണ്ട് പോവുകയാണ്. നമുക്ക് കാണാം സെഗ്മെന്റ് ഈ വാഹനത്തിന് പിന്നാലെ. തെരഞ്ഞെടുപ്പിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അനുവദിച്ചത് 4000 രൂപ. ചെലവ് കഴിച്ച് 332 രൂപ തിരിച്ചടച്ച സ്ഥാനാർത്ഥിയുണ്ട്. മുൻ മന്ത്രി VC കബീറിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എന്റെ പൊന്നോ, പ്രചാരണത്തിന് കണക്കിലും അല്ലാതെയും ലക്ഷങ്ങളും കോടികളും പിടിക്കുന്ന കാലത്ത് ആ പഴയ തെരഞ്ഞെടുപ്പ് കാലം ഓർത്തെടുക്കുകയാണ് മുൻ മന്ത്രി. ഒരു തിരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞുകൂടണമെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് ലക്ഷങ്ങൾ ചിലവാകും. ചിലപ്പോഴത് കോടികളിലും എത്തും. എന്നാൽ പാർട്ടി അനുവദിച്ച 4000 രൂപയിൽ നിന്ന് എല്ലാ ചിലവും കഴിച്ച് 322 രൂപ തിരിച്ചടച്ചൊരു സ്ഥാനാർത്ഥിയുണ്ട് പാലക്കാട് ഒറ്റപ്പാലത്ത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. പ്രധാനപ്പെട്ട കവലകളിലൊട്ടിക്കാൻ 10 പോസ്റ്ററുകൾ, 100-ൽ താഴെ മാത്രം നോട്ടീസുകൾ. പ്രചാരണത്തിനുള്ള ജീപ്പും കോളാമ്പി സ്പീക്കറും വാടകയ്ക്കെടുക്കണം. പാർട്ടി അണികളിൽ തന്നെ ഘനഗാംഭീര്യമുള്ള ശബ്ദത്തിനുടമകൾ കൂടി ഉണ്ടെങ്കിൽ അത് ലാഭം. ഉച്ചയ്ക്കും രാത്രിയിലുമൊക്കെ കഞ്ഞി. അപ്പൊ പിന്നെ 4000 തന്നെ അധികമല്ലേ എന്ന് ചോദിക്കും മുൻ മന്ത്രി VC കബീർ. ഞാൻ മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ഏക്കാനാണ് പറഞ്ഞു നിർബന്ധമായിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പൈസ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആന്റണി 250 രൂപ ഓഫീസ് മാനേജർ ഗോപാലേട്ടനോട് പറഞ്ഞിട്ട് 250 രൂപ മാഷക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 250 രൂപ കെട്ടിവെക്കാനുള്ള പൈസയാണ് എനിക്ക് അവിടെ തന്നത്. ആ കാലത്ത് പ്രിൻറ്റിങ് ചിലവ് കുറവാണ്, പേപ്പർ ചിലവ് കുറവാണ്. ഒറ്റ പോസ്റ്റർ അടിക്കാനുള്ളൂ, ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരു പോസ്റ്റർ, കുറച്ച് നോട്ടീസ്, പിന്നെ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന. ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു 32,000, 3,000 റുപ്യ, 2,500 റുപ്യേൻ്റെ പ്രിൻറ്റിങ് തീരും. പിന്നെ സ്ഥാനാർത്ഥിക്കും കൂടെ നടക്കുന്നവർക്കൊന്നും ചിലവില്ല. ഞങ്ങൾ കഞ്ഞിയൊക്കെ വെച്ച് ഒന്നിച്ച് താമസിച്ച് ഒരു ക്യാമ്പായിട്ട് കിടക്കായിരുന്നു. വാടകയ്ക്കെടുത്ത സൈക്കിളിൽ പ്രചാരണം നടത്തിയതു മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ അഭിവാദ്യത്തിനൊപ്പം ആദരാഞ്ജലി അർപ്പിച്ച ഓർമ്മകൾ വരെയുണ്ട്. ഞാനവിടെ ചെന്നപ്പോൾ കുട്ടികളിങ്ങനെ വളഞ്ഞു, ജീപ്പ് വളഞ്ഞു ഇറങ്ങി. എന്നിട്ട് ഒരു വരുത്തം വന്ന് പറഞ്ഞു, നമ്മുടെ സ്ഥാനാർത്ഥിക്ക് രക്തപുഷ്പാഞ്ജലി അർപ്പിക്കുന്നു, റീത്തും അർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ തന്നെ ചിരിച്ചു. എടാ, റീത്ത് ഞാൻ ചത്തിട്ടുണ്ടോ, എന്നാലും റീത്ത് വയ്ക്കുക എന്ന് ചോദിച്ചു. അതുകൂടി അവനാകെ സങ്കടമായി. ഞാൻ സാരമില്ല, റീത്ത് ഒഴിവാക്ക്, പുഷ്പാഞ്ജലി ഞാൻ സ്വീകരിച്ചു. തുളസി മാലയായിരുന്നു, അത് ഞാൻ സ്വീകരിച്ചു. കോൺഗ്രസിൽ തുടങ്ങി കോൺഗ്രസ് എസിൽ പ്രവർത്തിച്ച് 2004-ൽ വീണ്ടും കോൺഗ്രസ് ഐയിൽ തിരിച്ചെത്തിയ ആളാണ്. നായനാർക്കൊപ്പവും കരുണാകരനൊപ്പവും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു. പുതിയ നേതൃത്വം പാർട്ടിയെ നയിക്കാൻ പര്യാപ്തരാണെന്നാണ് VC കബീർ പറയുന്നത്. കബീർ മാഷിന്റെ തെരഞ്ഞെടുപ്പ് കാല അനുഭവങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കാനാകുന്നതല്ല. എങ്കിലും ഏറെ രസമുള്ള അനുഭവമെന്ന് പറയും ഈ കോൺഗ്രസ്സുകാരൻ. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. അപ്പൊ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ? 4000 രൂപ ഫണ്ട് കിട്ടി, അതിൽ 332 രൂപ തിരിച്ചു കൊടുത്തു അല്ലേ? അതെ അതെ. അപ്പൊ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതില് നമ്മുടെ ആമിന എസ് പറയുന്നു, ശശി തരൂർ സാറിന്റെ കഴുത്തിൽ കിടന്നത് ഫോൺ എന്നാണ് ഞാൻ ഇത്രയും ദിവസം കരുതിയത്. കൂടുതൽ ആളുകളും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. പക്ഷെ അത് ഫോണല്ല, എയർ പ്യൂരിഫയർ ആണെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് പുതിയ സംഭവങ്ങൾ ഇലക്ഷൻ സ്റ്റഡിയിലൂടെ നമ്മൾ പുറത്തുവിടും. ഒരുപാട് പ്രേക്ഷകർ അതിനിടയിൽ നമുക്ക് ഹായ് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാൻ സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒരു ഇടവേള എടുക്കേണ്ട സമയമാകുന്നു. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ രാഷ്ട്രീയ കേരളത്തിന്റെ അടിവേരുകൾ തേടിയുള്ള നമ്മുടെ പതിവ് യാത്ര പോകും. ഇത്തവണ കുറച്ച് വ്യത്യസ്തമായ യാത്രയാണ്. അപ്പോൾ ഇടവേള അതിന് മുമ്പ് നമുക്കൊരു ചോദ്യം കൊടുത്താലോ? കാരണം ആ ചോദ്യം സമയത്ത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് നമ്മുടെ കൂടത്തിനെ തുടരാനുള്ള ഒരു ത്വരയുണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഇത്തവണ 543 മണ്ഡലങ്ങളുണ്ട് ലോക്സഭാ ഇലക്ഷനിൽ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നേരത്തെ ഒരു സ്റ്റോറിയിൽ നമ്മളത് കൃത്യമായി പറയുകയും ചെയ്തു. അപ്പോൾ 28 സംസ്ഥാനങ്ങളുണ്ട് ആകെ. ആ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? എത്ര എണ്ണം
ഉണ്ട്. ഇപ്പൊ 2 ചോദ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലമുള്ള സംസ്ഥാനം എത്ര എണ്ണമാണ്? എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ആ സ്റ്റേറ്റിൽ? ഇതാണ് നമ്മൾ ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ ഉത്തരം അല്ലേ? കണ്ടുപിടി. യെസ്, വെൽക്കം ബാക്ക്. സ്റ്റണ്ട് തുടരുകയല്ലേ? സ്റ്റണ്ട് തുടരാം. അപ്പോൾ ഇടവേള കഴിഞ്ഞ് നമ്മൾ വേരുകളിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് പ്രജിന്റെ ചോദ്യം ഉത്തരം. അതെ, വളരെ സിമ്പിൾ ആയിട്ട് ആൾക്കാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദ്യം ശരി ഉത്തരം പറഞ്ഞത് മുനീർ ചെമ്മനാടാണ്. ഉത്തർപ്രദേശാണ് ശരി ഉത്തരം. 80 ലോക്സഭാ സീറ്റിലുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഒരുപക്ഷേ രാജ്യത്തെ ഏറ്റവും വലിയ ലാർജസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനാണെങ്കിലും അവിടെ 25 ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഉത്തർപ്രദേശിലാണ് 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ളത്. ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ പറഞ്ഞ റായ്ബറേലിയും അമേഠിയും പിലിഭത്തും എല്ലാം ഉൾപ്പെടുന്നത് അതായത് ഈ സംസ്ഥാനത്താണ്. UP പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്നൊരു പറച്ചിൽ തന്നെയുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിൽ എത്ര സീറ്റ് കിട്ടുന്നു എന്നത് വളരെ ക്രൂഷ്യലാണ്. അവിടെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഇന്ത്യ മുന്നണിയായി ഒക്കെ മത്സരിക്കുന്നു. എന്ത് മാറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നതൊക്കെ വലിയ ചോദ്യമാണ്. വരട്ടെ, നോക്കാം അല്ലേ? UP is crucial. അതെ. അപ്പോൾ അടുത്ത സെഗ്മെന്റ് നേരത്തെ പറഞ്ഞു, വേരുകൾ. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ വീഴ്ചയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 1ാം UPA സർക്കാരിന്റെ കാലത്തെ 2G സ്പെക്ട്രം ലേലമാണ്. അതിൽ ഖജനാവിനുണ്ടായ നഷ്ടം 1.76 ലക്ഷം കോടി രൂപ എന്നാണ് CAG റിപ്പോർട്ട് ചെയ്തത്. 2G സ്പെക്ട്രം കേസിൽ 1ാം UPA സർക്കാരിലെ ടെലികോം മന്ത്രി A രാജ മുതൽ കരുണാനിധിയുടെ മകൾ കനിമൊഴി വരെയാണ് പ്രതിസ്ഥാനത്തുള്ളത്. ഒടുവിൽ വാദം പൂർത്തിയായപ്പോൾ നഷ്ടം 1.76 ലക്ഷം കോടിയിൽ നിന്ന് 7,105 കോടി രൂപയായത് മാറി. പ്രത്യേക കോടതി A രാജയെയും കനിമൊഴിയെയും കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. മെയ്യിലാണ് ടെലികോം മന്ത്രിയായി A രാജ ചുമതലയേൽക്കുന്നത്. 3 മാസത്തിനുള്ളിൽ 2007 ഓഗസ്റ്റിലാണ് 2G സ്പെക്ട്രം ലേലം. ഇഷ്ടക്കാർക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി A രാജ നേരത്തെയാക്കി. എൻട്രി ഫീസ് പുതുക്കാത്തതിനാൽ കുറഞ്ഞ തുകയ്ക്ക് സ്പെക്ട്രം നൽകേണ്ടി വന്നു. ഇത് രണ്ടും മൂലം ഖജനാവിന് നഷ്ടം 1.76 ലക്ഷം കോടി രൂപ എന്നാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് ചെയ്തത്. സ്പെക്ട്രത്തിന് അപേക്ഷിച്ച DB ഗ്രൂപ്പിൽ നിന്ന് 200 കോടി രൂപ കലൈഞ്ഞർ TVയിലേക്ക് എത്തി. ഇത് കൈക്കൂലിയാണെന്നാണ് CBI കുറ്റപത്രം. 2G ലേലം സുതാര്യമാകണമെന്ന് കാണിച്ച് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് A രാജയ്ക്ക് കത്തെഴുതിയത് അഴിമതിയെക്കുറിച്ച് സൂചന ലഭിച്ചതിനാലാണെന്നും CBI. 1.76 ലക്ഷം കോടി രൂപയുടെ നഷ്ടമെന്ന് CAG എഴുതിയെങ്കിലും CBI 2011 സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞത് 30,984 കോടി രൂപയുടെ നഷ്ടമെന്നാണ്. വാദത്തിനിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞത് 7,105 കോടി രൂപ എന്ന് മാത്രവും. DB ഗ്രൂപ്പിലെ ഷാഹിദ് ബൽവയും വിനോദ് ഗോയങ്കയും A രാജയെ ഓഫീസിലെത്തി 20 തവണ കണ്ടു എന്നാണ് CBI കുറ്റപത്രം. ഒരു തവണ എത്തിയതിന് പോലും സന്ദർശന രജിസ്റ്ററിൽ തെളിവില്ല, സാക്ഷിമൊഴികളുമില്ല. ലേല തീയതി നേരത്തെയാക്കിയത് A രാജ ഒറ്റയ്ക്കല്ല. നിരവധി സിറ്റിംഗുകളിൽ സെപ്റ്റംബർ 25 ലേല തീയതി എന്ന് നിർദ്ദേശമുണ്ടായിരുന്നതായും കോടതി വിധി. 200 കോടി രൂപ കലൈഞ്ഞർ TVക്ക് നൽകിയ വായ്പ തിരികെ അടച്ചിട്ടുണ്ട്. മറ്റു ടെലിവിഷൻ കമ്പനികൾക്കും DB ഗ്രൂപ്പ് സമാന സഹായം നൽകിയിട്ടുണ്ടെന്നും കോടതി. 6 7 CAG റിപ്പോർട്ടുകളിൽ റിലയൻസ് കമ്പനിക്കെതിരെയുള്ള വിശദമായ രേഖകളും പരാമർശങ്ങളും ഉണ്ടായിരുന്നു. 2Gയിലുണ്ടായിരുന്നു, അൾട്രാ മെഗാ പവർ പ്രോജക്ട്സ് ഉണ്ടായിരുന്നു, കോൾ സ്കാമുമായി ബന്ധപ്പെട്ട അങ്ങനെ വിവിധ കേസുകളിൽ ആയിട്ട് റിലയൻസിന്റെ വിവിധ വിങ്ങുകൾക്കെതിരെ കേസുകളുണ്ടായിരുന്നു. പക്ഷേ എവിടെയാണതിപ്പോൾ? 2017 A രാജയെയും കന്നിമൊഴിയെയും പ്രത്യേക കോടതി കുറ്റവിമുക്തരാക്കിയത്. കഴിഞ്ഞയാഴ്ച ഡൽഹി ഹൈക്കോടതിയിൽ CBI അപ്പീൽ നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു അപ്പീൽ. ഇലക്ഷൻ ഡെസ്ക് 24. യെസ്, അപ്പോൾ ഒരുപാട് നാളെ 2G സ്പെക്ട്രം നമ്മുടെ മാധ്യമങ്ങളിൽ പിടിച്ചതാണ് അല്ലെ? ഓരോ ദിവസവും പുതിയ പുതിയ കണക്കുകളും ഒക്കെ വിവാദങ്ങളൊക്കെ ആയി മാറിയ ഒരു കാലം ഉണ്ടായിരുന്നു. ഇതിൽ റീസെന്റ് ഒരു ഡെവലപ്മെന്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ആളുകളെ കുറ്റമുക്തരാക്കിയല്ലോ. ഇപ്പോൾ രാജയും കനിമൊഴിയെയും ഒക്കെ അതിനെതിരെ CBI അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ആ അപ്പീൽ ഡൽഹി ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ വാദം കേൾക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ആ ഹർജിയുടെ തുടർ നടപടികൾ കോടതിയിലുണ്ട്. കഴിഞ്ഞിട്ടില്ല. അതിന്റെ ചാപ്റ്റർ 2 ഡൽഹി ഹൈക്കോടതിയിൽ തുടങ്ങാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. അപ്പൊ മുഹമ്മദ് അർഷാദ് ഒരു ചോദ്യം വിജയകുമാറോട് ചോദിക്കുന്നു. വിജയകുമാർ എന്താണ് എന്നും ഇടതുവശത്ത് നിൽക്കുന്നത്? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മളുടെ സെറ്റിൽ അതൊന്നും മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്നു. പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ഇടതാണോ വലതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ, അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടന്നാലോ? പൊള്ളുന്ന വിഷയം ആയതുകൊണ്ട് അതിൽ അധികം പ്രതികരണം വേണ്ട അല്ലേ? അടുത്തത് കവലപ്രസംഗം.
കൈ പിടിച്ച് കയറ്റിയവനെ കഴുത്തിന് പിടിച്ച് തള്ളിയാണ് MLAയും MP യും ഒക്കെ ആവുന്നതെന്ന് മുൻ മന്ത്രി G. സുധാകരൻ പറഞ്ഞു. ഒരു സ്ഥാനത്തെത്തുന്നതിന് മുൻപ് MLAയും MP യും ആകണമെന്നാണ് ചിലർക്കുള്ളത്. സാമൂഹ്യ പ്രവർത്തനത്തിലും ജീവിതത്തിലും ജയിക്കുന്നത് കോമൺ സെൻസ് ഉള്ളവരാണെന്നും G. സുധാകരൻ പറയുന്നു. ആരെയോ ഉദ്ദേശിച്ച് ആർക്കൊക്കെയോ കൊള്ളാൻ വേണ്ടി പറയുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? കവല പ്രസംഗം. കേൾക്കാം. നിങ്ങൾ ഡിഗ്രി എടുത്തോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്നുള്ളതാണ്. കോമൺ സെൻസ് ആണ് രാഷ്ട്രീയത്തിൻ്റെ വിജയം. സാമൂഹ്യ പ്രവർത്തനത്തിലും ജീവിതത്തിലും കോമൺ സെൻസ് ഉള്ളവരെല്ലാം ജയിക്കും. കോമൺ സെൻസ് ഇല്ലാത്ത അത്യാഗ്രഹികളും അസൂയക്കാരും സന്ദർഭത്തിന് ചിന്തിക്കാൻ കഴിയാത്തവരും നിലവാരത്തെ താഴെ നിൽക്കുന്നവർ വിജയിക്കത്തില്ല. ഒരു സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് എനിക്ക് MLA ആവണം, MP ആവണം. അത് കൈപിടിച്ച് കയറ്റിയവൻ്റെ കഴുത്തിന് വെട്ടുന്ന പരിപാടി ആദ്യം അവനെ അങ്ങ് വെട്ടിക്കളയാം. അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ എനിക്കിവിടെ കയറിയിരിക്കാം. എന്നിട്ട് കയറിയിരുന്ന് കഴിഞ്ഞ് കൈയും കാലോട്ട് അടിക്കുക. ഇതല്ലേ ഇപ്പൊ കേരളത്തെ എമ്പാടും കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? നിങ്ങൾ ചിരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സത്യമെന്ന് മനസ്സിലായി. വെള്ളാപ്പള്ളി സാർ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇത്രയും ചിരി ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏറ്റവും ഒടുവിൽ പറഞ്ഞ ആരുണ്ട്? അവസരം കിട്ടുമ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ പറയാറുണ്ട് അല്ലേ? പക്ഷേ G. സുധാകരന്റെ പ്രശ്നങ്ങൾ പലപ്പോഴും ചർച്ചയാവാറുണ്ട്, ചർച്ചയാവാറുണ്ട്, പാർട്ടിക്ക് പുറത്ത് ചർച്ചയാവാറുണ്ട്. മന്ത്രിയായിരുന്ന സമയത്തും അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട്, മന്ത്രിസഭയ്ക്കകത്തും പുറത്തും ഒക്കെ. അതെ. അപ്പോൾ ഇതിനിപ്പോൾ ആർക്കാണ് ആരുദ്ദേശിച്ചാണ് എന്നുള്ളത് അതിന്റെ ചർച്ച ഒരു പക്ഷേ ആ ജില്ലയിൽ ഉണ്ടായേക്കാം അല്ലേ? കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം വീട്ടിലിരുന്ന് കരുതുന്നുണ്ട്. അതെ, നമ്മുടെ ഈ സെഗ്മെന്റുകളുടെ പേരുകളൊക്കെ ഒരുപാട് പേര് പറയുന്നത്. ഇപ്പൊ ഈ വിജയകുമാറോടാണ് എന്റെ ചോദ്യം. ഈ കവല പ്രസംഗം, ഈ കവല എന്ന് കേൾക്കുമ്പോൾ വിജയകുമാറിന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്താ? കവല നമ്മളുടെ നാട്ടിൻപുറത്തുണ്ടായിരുന്ന സജീവമായിരുന്ന ഒരു ജംഗ്ഷൻ കാണുമല്ലോ, അത് ആണ് എന്റെ മനസ്സിൽ ആദ്യം വരുന്നത്. അതെ, കാരണം ഇന്ന് അത്തരം കവലകൾ കാണാനില്ല അല്ലെ? ഈ 90കളിലൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്ന കവലകളും അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ കാണാൻ നമ്മൾ പോകും. ഒന്നും മനസ്സിലാവില്ലെങ്കിൽ കൂടി നമ്മൾ പോയി അവിടെ ഇരിക്കും. പിന്നെ നേതാക്കളെ കാണാം. അതെ, കവല, കലുങ്ക് ഇതൊക്കെ പഴയ നാട്ടിൻപുറത്തിന്റെ പ്രതീകങ്ങളാണ്. പിന്നെ കവല എന്ന് ജഗതിയെ സിനിമയിൽ കളിയാക്കി വിളിക്കുന്നതുണ്ടായിരുന്നല്ലോ കവല. അതെ. അപ്പോൾ ആ കവലയും ഉണ്ട്, ഈ കവലയും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് കേരളത്തിന് പുറത്തെ കവലകളിലേക്കാണ്. സ്റ്റേറ്റ് സ്കാൻ. ഇത്തവണയും BJP സമ്പൂർണ്ണ ജയം ലക്ഷ്യമിടുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടക്കുന്ന തെരഞ്ഞെടുപ്പായതിനാൽ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് രാജസ്ഥാനിൽ. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ഒരുമിച്ച് നിന്ന് നയിച്ചാൽ രാജസ്ഥാനിൽ ഭേദപ്പെട്ട പ്രകടനം നടത്താനാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസിന് ഇപ്പോഴുമുണ്ട്. BJPയെയും കോൺഗ്രസിനെയും ഭരണത്തിൽ മാറി മാറി പരീക്ഷിക്കുന്നവരാണ് രാജസ്ഥാൻകാർ. 3 മാസം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ചരിത്രം തിരുത്തപ്പെട്ടില്ല. എന്നാൽ ലോക്സഭയിലേക്കുള്ള പോരാട്ടത്തിന്റെ ചിത്രം അതല്ല. കഴിഞ്ഞ 2 തവണയും രാജസ്ഥാൻ BJP തൂത്തുവാരി. ആകെ 25 എംപിമാരാണ് രാജസ്ഥാനുള്ളത്. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ മാത്രമാണ് BJPയേക്കാൾ കൂടുതൽ സീറ്റ് നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞത്. അത് 2009-ലാണ്. പിന്നീട് മോദി തരംഗം വീശിയ 2 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഒറ്റ സീറ്റുമില്ലാതെ നിലംപരിശായി. സംസ്ഥാന ഭരണം കോൺഗ്രസ് പിടിച്ചപ്പോഴും ലോക്സഭയിലേക്കുള്ള പോരാട്ടത്തിൽ നാണം കെട്ടതാണ് അനുഭവം. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ കോൺഗ്രസ് സംസ്ഥാനത്ത് ഭരണം പിടിച്ചതൊക്കെ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാതെയാണ്. വോട്ട് ശതമാനത്തിൽ BJPയുമായുള്ള വ്യത്യാസം വളരെ നേരിയത് മാത്രം. എന്നാൽ ലോക്സഭയിലേക്കുള്ള പോരാട്ട ചിത്രമെടുത്താൽ പലപ്പോഴും വോട്ട് ശതമാനത്തിൽ BJP കോൺഗ്രസിനേക്കാൾ ബഹുദൂരം മുന്നിലാണ്. വസുന്ധര രാജിയെ ചുറ്റിപ്പറ്റി പാർട്ടി വളർത്തിയ BJP അവരെ അരികിലേക്ക് മാറ്റി നിർത്തിയ ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. മുഖ്യമന്ത്രി പദത്തിൽ ഭജൻലാൽ ശർമ്മയെ അവരോധിച്ചതിൽ സിന്ധ്യയ്ക്കുള്ള നീരസം ചില്ലറയല്ല. എന്നാൽ എല്ലാത്തിനും മുകളിൽ മോദി ഫാക്ടർ മാറുമെന്ന് BJP നേതൃത്വം കണക്കുകൂട്ടുന്നു. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും സംസ്ഥാന കോൺഗ്രസിലെ 2 ശക്തി കേന്ദ്രങ്ങൾ. ജനകീയരായ ഈ 2 നേതാക്കളും ഒരുമിച്ച് നിന്ന് പോരാടിയാൽ സംസ്ഥാനത്ത് കോൺഗ്രസിന് നേട്ടങ്ങൾ ഏറെ ഉണ്ടാക്കാം. പക്ഷേ ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പാടുപെടുന്ന AICC നേതൃത്വത്തെയാണ് സമീപകാലത്ത് കാണാനാവുന്നത്. ഗെഹ്ലോട്ടിന്റെ ജനകീയത കോൺഗ്രസിന് ഉപയോഗപ്പെടുത്താനാകണം. യുവാക്കൾക്കിടയിലും ഗുജർ വിഭാഗത്തിലും സച്ചിൻ പൈലറ്റിനുള്ള സ്വാധീനവും പ്ലസ് പോയിന്റാണ്. പുതിയ മന്ത്രിസഭയിൽ ആവശ്യത്തിന് പ്രാതിനിധ്യമില്ലെന്ന പരാതി ഗുജ്ജറുകൾക്കുമുണ്ട്.
ഇതൊക്കെയാണെങ്കിലും BJPയെ വെല്ലും വിധമുള്ള സംഘടനാ സംവിധാനം പക്ഷേ സംസ്ഥാനത്ത് കോൺഗ്രസിനില്ല. ഇത്തവണ 400-ലേറെ സീറ്റ് സ്വപ്നം കാണുന്ന BJP ഗുജറാത്ത് പോലെ കണ്ണുവെക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. എന്നാൽ ഗുജറാത്തിനേതിനേക്കാൾ കരുത്തുണ്ട് രാജസ്ഥാനിൽ കോൺഗ്രസിന്. അതുകൊണ്ട് ഇത്തവണ ഒരു ശക്തമായ പോരാട്ടം രാജസ്ഥാനിൽ പ്രതീക്ഷിക്കാം. മുംബൈയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. അതാണ് രാജസ്ഥാനിലെ വർത്തമാനങ്ങൾ അല്ലേ? അതെ. അപ്പൊ നമ്മൾ ഒരു ബ്രേക്കിന് സമയമാവുന്നുണ്ട്. അപ്പൊ നമുക്ക് ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കാണാപ്പുറങ്ങളിലുള്ള ഒരു യാത്രയിലേക്ക് പോകും. തിരശ്ശീല എന്ന സെഗ്മെന്റ് ആണ്. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു ചോദ്യം കൂടെ കൊടുത്താലോ? ചോദ്യം ഉണ്ട് അടുത്തത്. നമ്മൾ നേരത്തെ സ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞു. നമുക്കറിയാം, നമുക്ക് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് അല്ലെ? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, ഈ NCP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ, അത് ഗ്രൂപ്പുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമുണ്ട്. അതേതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ കുറച്ചുകൂടെ ടഫായി മാറ്റി. ഞാൻ നേരത്തെ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ പറഞ്ഞു ഉത്തരം. അതുകൊണ്ട് എൻ്റെ ചോദ്യം ഇതാണ്, NCP ഗ്രൂപ്പുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഇപ്പോൾ ഒരാൾ ചോദിക്കുന്നു, ആദ്യം വോട്ട് ചെയ്ത ആളുടെ പേര് പറയൂ വിജയകുമാർ. കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. നേഗി ഹിമാചൽ പ്രദേശിൽ വോട്ട് ചെയ്തു. ആദ്യത്തെ വോട്ടറാണ് അദ്ദേഹം. അതെ, അദ്ദേഹം അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നു. അദ്ദേഹം ആ ബൂത്തിൽ ആദ്യം വോട്ട് ചെയ്തു, ആദ്യ വോട്ടറായി. അതേപറ്റി വിശദമായി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ്. 2022 നവംബർ 4 അദ്ദേഹം നമ്മളെ വിട്ടു പോവുകയും ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഒരു ഇടവേളയിലേക്ക് കടക്കുന്നു. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ നമ്മളുടെ തിരശ്ശീലയിലേക്കുള്ള യാത്ര. വെൽക്കം ബാക്ക്. ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വേണ്ടല്ലോ. NCP ഗ്രൂപ്പുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് എന്നായിരുന്നു ചോദ്യം. ഉത്തരം ലക്ഷദ്വീപാണ്. ഒരുപാട് പേർ ശരി ഉത്തരം അയച്ചിട്ടുണ്ട് വിജയകുമാർ. അതിൽ എന്താണ് ഇവിടുത്തെ പൊളിറ്റിക്സ്? എനിക്ക് തോന്നുന്നു 2 പക്ഷങ്ങളുണ്ടല്ലേ? ഔദ്യോഗിക പക്ഷവുമുണ്ട്, ശരത് പവാർ പക്ഷവുമുണ്ട്, അജിത് പവാർ പക്ഷവുമുണ്ട്. അജിത് പവാർ പക്ഷം യഥാർത്ഥ NCP എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പിന്നീട് സുപ്രീം കോടതിയും വിധിച്ചു. അവർക്കാണ് NCPയുടെ ചിഹ്നം ക്ലോക്ക് ലഭിക്കുന്നത്. അവിടെ ശരത് പവാറിനെ പിന്തുണയ്ക്കുന്ന ഇപ്പോഴത്തെ സിറ്റിംഗ് MP മുഹമ്മദ് ഫൈസൽ അല്ലേ, അദ്ദേഹത്തിന് ബ്യൂഗിളായിരിക്കും ചിഹ്നം. അജിത് പവാറിനെ പിന്തുണയ്ക്കുന്ന പുതിയ സ്ഥാനാർത്ഥി TP യൂസഫ്, അദ്ദേഹം ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കും. കോൺഗ്രസിന്റെ PM സയ്യിദിന്റെ പഴയ കേന്ദ്രമന്ത്രി, മുതിർന്ന നേതാവ്, അദ്ദേഹത്തിന്റെ മകൻ ഹംദുള്ള സയ്യിദ് ആയിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ചിത്രം തെളിഞ്ഞിട്ടുണ്ട് അവിടെ. NCPകൾ തമ്മിലാണ് അവിടുത്തെ മത്സരം. ആരാണ് ആദ്യം ഉത്തരം പറഞ്ഞത്? അതാണ് ഞാൻ, മുഹമ്മദ് ഫഹദ് MA എന്ന് പറയുന്ന നമ്മുടെ പ്രേക്ഷകരാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഉത്തരം ശരിയായി തന്നിരിക്കുന്നത്. ഒരുപാട് പേർ അല്ലാതെയും ലക്ഷദ്വീപ് അയച്ചിട്ടുണ്ട്, പിന്നാലെ ഒരുപാട് പേർ ലക്ഷദ്വീപ് അയച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ആദ്യം അയച്ചത് നമ്മുടെ മുഹമ്മദ് ഫഹദാണ്. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടന്നാലോ? തീർച്ചയായിട്ടും. അതെ, ചരിത്രം ഇരമ്പുന്ന തിരശ്ശീല. 2004 കോൺഗ്രസിന് ഭരിക്കാൻ സാഹചര്യമുണ്ടായപ്പോൾ എന്തുകൊണ്ട് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകാൻ വിസമ്മതിച്ചു എന്നതാണ് ചോദ്യം. രാഹുൽ ഗാന്ധിയുടെ കർശന നിലപാടാണ് സോണിയാഗാന്ധി പിന്മാറാൻ കാരണമെന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തക നീരജ ചൗധരിയുടെ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകം പറയുന്നത്. നമ്പർ 10 ജൻപതിൽ സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും പ്രിയങ്ക ഗാന്ധിയും നട്വർ സിംഗും രാജീവ് ഗാന്ധിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്ന സുമൻ ദുബെയും ചർച്ച നടത്തുകയായിരുന്നു. അവിടേക്ക് കയറി ചെന്ന് മുത്തശ്ശി ഇന്ദിരാഗാന്ധിക്കും പിതാവ് രാജീവ് ഗാന്ധിക്കും ഉണ്ടായ വിധി മാതാവ് സോണിയാഗാന്ധിക്കും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞുവെന്നാണ് പുസ്തകത്തിലുള്ളത്. കാണാം പ്രധാനമന്ത്രിയാകാനില്ലെന്ന സോണിയാഗാന്ധിയുടെ പ്രഖ്യാപനവും തുടർന്നുണ്ടായ കോലാഹലങ്ങളും. മെയ് 13 ആഘോഷത്തിമിർപ്പിലായിരുന്നു രാജ്യമെങ്ങുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ. പാർട്ടി അധ്യക്ഷയും 1999 മുതലുള്ള പ്രതിപക്ഷ നേതാവുമായ സോണിയാഗാന്ധി സ്വാഭാവികമായും പ്രധാനമന്ത്രിയാകും. അങ്ങനെയായിരുന്നു മുഴുവൻ പ്രവർത്തകരുടെയും വിശ്വാസം. അഞ്ചു ദിവസത്തിനു ശേഷം മെയ് 18 കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തെ സോണിയാഗാന്ധി അഭിസംബോധന ചെയ്യുന്നു. I was always certain that if ever I found myself in the position that I am in today, I would follow my inner voice. Today, that voice tells me I must humbly decline this post.
പ്രധാനമന്ത്രിയാകാനില്ല എന്ന ആ പ്രഖ്യാപനത്തോട് അപ്പോൾ തന്നെ പ്രതിഷേധം. കോൺഗ്രസ് നേതാക്കൾ എഴുന്നേറ്റു നിന്ന് പിന്മാറരുത് എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. പുറത്ത് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം. പുതിയ പ്രധാനമന്ത്രിയായി ഡോക്ടർ മൻമോഹൻ സിംഗ്. അടുത്ത 10 വർഷത്തേക്കുള്ളതായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. ഇലക്ഷൻ ഡെസ്ക് 24. അതൊരു വലിയ തീരുമാനമായിരുന്നു. ഒരുപക്ഷെ അന്ന് സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് തന്നെ മറ്റൊരു ദിശയിലേക്ക് പോയേനെ. അതെ, കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നുണ്ട് സ്വർണ്ണത്തളികയിൽ പ്രധാനമന്ത്രി പദവി സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിച്ചപ്പോൾ അവരത് തട്ടിമാറ്റി. അങ്ങനെ അധികാരത്തോട് എന്തെങ്കിലും താല്പര്യമുള്ള ആളല്ല സോണിയാഗാന്ധി എന്നിങ്ങനെ കോൺഗ്രസിന്റെ നേതാക്കളുടെ അവകാശവാദം വരുന്നതിന്റെ പശ്ചാത്തലം കൂടിയാണ് നമ്മളിപ്പോൾ ഈ കേട്ട റിപ്പോർട്ട് അല്ലേ. ആ സമയത്ത് രാഹുൽ ഗാന്ധി സ്വീകരിച്ച നിലപാടും അതും ശ്രദ്ധേയമാണ് അല്ലേ. അപ്പോൾ അടുത്ത നമ്മുടെ അവസാന സെഗ്മെന്റിലേക്ക്, ഒരുപക്ഷെ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു സെഗ്മെന്റ് പ്രേക്ഷകർ മുന്നിലേക്ക് വരികയാണ്. പ്രചാരണത്തിനിടെ മിന്നായം പോലെ വരുന്ന സംഭവങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. മിന്നൽ. മലയാളത്തിൽ അത്ര പരിചിതമില്ലാത്ത ഒരു വാക്കാണ് ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇന്ന് ഉപയോഗിച്ചത്. എന്താണ് ആ വാക്കിന്റെ അർത്ഥമെന്ന് നമുക്ക് നോക്കാം. വാക്കുകൾ കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ് ഏറ്റുമുട്ടേണ്ടതിനു പകരം സത്യസന്ധമായി മുന്നോട്ട് പോകേണ്ടതിനു പകരം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു ഏറ്റുമുട്ടൽ എൻ്റെ പ്രവർത്തകന്മാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരുമായി ഉണ്ടാക്കാനാണ് ആലപ്പുഴയിലെ മുൻ MP ആരിഫ് പരിശ്രമിക്കുന്നതെങ്കിൽ ഞാൻ നല്ല നട്ടലുള്ള ആളാണ്. ഇതിനേക്കാൾ വലിയ കൊലകൊമ്പന്മാരെ കണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ഇവിടെ എത്തിയിട്ടുള്ളതാണ്. ഇതെൻ്റെ 9ാമത്തെ തെരഞ്ഞെടുപ്പാണ്, 3ാമത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. മിസ്റ്റർ ആരിഫിനുള്ളതിനേക്കാളും ശേഷിയും ഷേമുഷിയും എനിക്ക് ദൈവാധീനം കൊണ്ട് ഉണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട സമീപനങ്ങളിൽ നിന്ന് LDFന്റെ സ്ഥാനാർത്ഥി പിന്നോക്കം പോകണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. വിജയകുമാർ, ശേമുഷിയുണ്ടോ? ഈ വാക്ക് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് ഇതിന്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായത്. ബുദ്ധി എന്നാണ് ആ വാക്കിന് അർത്ഥം എന്നുള്ളത്. പല വേദികളിലും പല പ്രാസംഗികരും ഈ ശേഷിയും ഷേമുഷിയും ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ അർത്ഥം എന്താണെന്ന് നോക്കി പോകാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ അത് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു, അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി തരാം അല്ലേ. അപ്പം ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ഒരുപാട് വാക്പോരുകൾ ഉണ്ടാവും. അതിനിടയിൽ സംഭവിക്കുന്ന ഇത്തരം സംഭവങ്ങൾ കൂടി മിന്നൽ എന്ന് പറയുന്ന സെഗ്മെന്റിലൂടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അല്ല, ഒരു കാര്യം കൂടി ഉള്ളത്, ഈസ്റ്റർ ആണ്. ഈ രാത്രി മുതൽ അതിൻ്റെ പള്ളികളിലെ ചടങ്ങുകൾ തുടങ്ങുകയാണ്. നാളെ ഈസ്റ്റർ. അപ്പോൾ ഈ ദിവസങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയക്കാരും നമ്മൾ പെസഹ വ്യാഴം ആ തിരുക്കർമ്മങ്ങളിൽ സ്ഥാനാർത്ഥികൾ പലരും പങ്കെടുത്തു. ദുഃഖവെള്ളി കുരിശിന്റെ വഴികളിൽ പങ്കെടുത്തു. രാത്രിയിൽ ഒരു പക്ഷേ ഈസ്റ്റർ ഉയർപ്പ് പെരുന്നാളിന്റെ സമയത്തെ ചടങ്ങുകളിലും ഈ നേതാക്കളുടെ ഒക്കെ സാന്നിധ്യം ദേവാലയങ്ങളിൽ കാണും അല്ലേ. ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ നാളെയും ഇന്ന് രാത്രിയൊക്കെ ആയിട്ട് അങ്ങനെ പരമാവധി വോട്ടർമാരെ അല്ലേ നേരിട്ട് കണ്ട് ഈ ആളുകൾ പേര് വരുമ്പോൾ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അത്തരം കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അടുത്ത ദിവസം നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഇലക്ഷൻ സ്റ്റണ്ട് പൂർത്തിയാക്കാൻ സമയമാവുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റിന്റെ സമയമാണ്. പ്രവിത ലക്ഷ്മി തയ്യാറാകുന്നുണ്ട്. അതിനുശേഷം എൻകൗണ്ടർ വേണു ബാലകൃഷ്ണൻ എത്തും. അപ്പോൾ ഗുഡ് നൈറ്റ്, ശുഭരാത്രി. നാളെ വീണ്ടും കാണാം.